തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങൾക്കും സർജറി ആവശ്യമുണ്ടോ അതോ മരുന്ന് മതിയാകുമോ? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടാം. അതായത് വണ്ണം ഒരുപാട് കുറയുക, ഒരുപാട് ആങ്സൈറ്റി വരിക, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരിക, അങ്ങനെ പലതരം അസുഖങ്ങളും ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരാം. ഇതിനെ നമ്മൾ ആദ്യമേ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തൈറോയിഡിന്റെ പ്രവർത്തനം അമിതമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നതിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ രോഗാവസ്ഥയിൽ രോഗിക്ക് അമിതമായി വണ്ണം വെക്കുക, മുടി കൊഴിച്ചിൽ, ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. ഇത് കൃത്യമായി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ആദ്യമേ മരുന്ന് കൊടുത്ത് ശരിയാക്കുക എന്നതിനാണ് ഇതിൻ്റെയും ചികിത്സ വരുന്നത്. ഇനി അടുത്തത് തൈറോയിഡിന്റെ ഘടനയിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് തൈറോയിഡിൽ വരുന്ന മുഴകൾ എന്ന് നമ്മൾ സാധാരണ പറയും, അല്ലെങ്കിൽ ഗോയിറ്റർ. ഈ മുഴകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞ കണ്ടീഷൻസും ഇതിൻ്റെ കൂടെ വരാം, വരാതിരിക്കാം, ഇല്ലെങ്കിൽ മുഴകൾ മാത്രമായും വരാം. അതുകൊണ്ട് തന്നെ മുഴകൾ എപ്പോൾ ശ്രദ്ധിച്ചാലും ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനാവശ്യമുള്ള സ്കാൻ, അതായത് അൾട്രാസൗണ്ട് സ്കാൻ ആദ്യമേ ചെയ്യുക. എന്നിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനുള്ള കുത്തിപ്പരിശോധന അഥവാ FNAC എടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള ചികിത്സകൾ. നമ്മൾ എല്ലാ മുഴകൾക്കും സർജറി അഡ്വൈസ് ചെയ്യാറില്ല. നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും സർജൻ തീരുമാനിക്കുന്നത് ഈ മുഴകൾ സർജറി ചെയ്യേണ്ടതാണോ അതോ നമ്മൾ ഒബ്സർവേഷനിൽ വെച്ചാൽ മാത്രം മതിയാവുമോ എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും.